മോർണിംഗ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ കേട്ടോ, വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതുപോലെ തന്നെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. അപ്പോൾ ഇതേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പെഡിക്യൂറിൻ്റെ സംഭവം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, പെഡിക്യൂർ ചെയ്യാറില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കമൻറ്റ് വന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞാനൊന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ അത് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നതല്ല കേട്ടോ. അല്ലാതെ ഞാൻ കാലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് കാലിലൊന്നും ചെയ്തിട്ടില്ല. അപ്പം നെയിൽ പോളിഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വല്ലപ്പോഴും എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ വല്ലപ്പോഴും ഞാൻ ഇടാനുള്ളത് ഒന്ന് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ വീഡിയോ എടുത്തു തരാൻ മനു വന്നിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പൂസും വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കയ്യിൽ ഒരു ചെറുവിരലിൽ ക്യൂടെക്സൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. സാധാരണ ഞാൻ ക്യൂടെക്സൊക്കെ വല്ലപ്പോഴും ഇടാറുള്ളൂ, പക്ഷേ ഇടുന്ന സമയത്തൊന്നും ഇവരെ അങ്ങനെ കാണാറുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ വേണം എന്നോട് പറയാറുമില്ല. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ 2 പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് 2 കോട്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഒരു കോട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മറ്റേ കോട്ടും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണുണ്ട്. പെഡിക്യൂറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യാത്തത് കൊണ്ട് അതെങ്ങനെയാകും എന്നുള്ളത് എനിക്കറിയില്ല. ആദ്യം ഞാൻ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് വേണം എനിക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ, എനിക്ക് സ്മെല്ലൊന്നും ഇഷ്ടമല്ല കേട്ടോ. സാധാരണ ഞാനൊരു പേപ്പർ ഇതിന് വെച്ചിട്ടാണ് അടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു പേപ്പറാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ ഒന്നും ഓർമ്മയൊന്നും കിട്ടിയില്ല കേട്ടോ. വീഡിയോ എടുക്കണ ആ ഒരു ധൃതിയിലോ എന്തൊക്കെയോ പെട്ട് എനിക്കതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതങ്ങോട്ട് കൈ വെച്ചിട്ട് അടയ്ക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അത് കയ്യിൽ നിന്ന് പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെ ഇട്ടു. ഇനിയിപ്പോൾ മിക്കവാറും ഞാനൊരു 1-2 ദിവസം, ഇന്നും അതുപോലെ നാളെയും കൂടിയൊക്കെ നിൽക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാനിത് റിമൂവർ വെച്ച് കളയുവേ. അതുപോലെ തന്നെ ഞാൻ മറ്റേ ടിഷ്യൂ റിമൂവർ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിലത്തെ പണികൾക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നുറുക്കും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മനുവിൻ്റെ സ്കൂളിൽ പോകാനുണ്ട്. അവിടെ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. സാധാരണ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നതല്ല, പക്ഷേ ഇപ്പോൾ എന്തോ ഒന്ന് പോകണം എന്ന് തോന്നി അങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഈ ഒരു സീനറി, അത് ഞാൻ ഇവിടെ എങ്ങനെ സ്കൂളിലേക്ക് പോയാലും അവിടെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാതെ പോകുന്നത് ഏരിയയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂളിലെത്തി കഴിഞ്ഞു. അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം വന്നതാണ് കേട്ടോ. വൈകുന്നേരം വന്നപ്പോൾ കണ്ട അടുക്കളയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഇനി കഴുകാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് കഴുകാതെ ഇരിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള മട്ടാണ് കേട്ടോ. കുറേ ഇവിടെ നിരത്തിയിട്ടുണ്ട്, കുറേ അവിടെ നിരത്തിയിട്ടുണ്ട്. ഒന്ന് പുറത്ത് പോയി വന്നപ്പോഴേക്കും ഇങ്ങനെയാണ് എൻ്റെ അടുക്കളയുടെ അവസ്ഥ കിടക്കുന്നത് കേട്ടോ. എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ പോയതിനു ശേഷം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഈ കിടക്കുന്ന കോലം കണ്ടില്ലേ. എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് നിങ്ങളിവിടെ എന്താണ് ഉണ്ടാക്കിയത്, ചോറ് പോലും ഉണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് എന്താണ് ഇവിടെ ഉണ്ടാക്കിയത്, എന്താ ഇവിടെ കാണിച്ച് കൂട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരി പാത്രമായാലും കറിപ്പാത്രമായാലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്ക് ഞാൻ ഒരു പണി എടുക്കാതെ വീട്ടിൽ നിന്ന് പോയ മാതിരിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകാനുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. കഴുകിയിട്ടില്ല, ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേഗം അവിടെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ എങ്ങാനും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈസ് പാറ്റ, ഒരു പാറുന്ന ഒരു ഉറുമ്പ് പോലത്തെ എന്തോ ഒരു
പ്രാണിയുണ്ട് കേട്ടോ. ഉറുമ്പാണോ എന്ന് ചോദിച്ചാൽ ഉറുമ്പും അല്ല, പാറ്റയാണെന്ന് ചോദിച്ചാൽ പാറ്റയല്ല, രണ്ടും കൂടി ഒരു സാധനമാണ് കേട്ടോ. അതിങ്ങനെ ചിലപ്പോൾ ശരിക്കും നോക്കിയാലേ കാണുള്ളൂ, അങ്ങനെയുള്ളൊരു പ്രാണിയാണേ. അപ്പോൾ അതെങ്ങാനും വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് വേഗം അവിടെ തുടച്ചിടുക ചെയ്തിട്ട്, കഴുകാനുള്ളതൊക്കെ അങ്ങോട്ട് വാഷ് ബേസിലേക്ക് ഇട്ടിട്ട് വേഗം അവിടെയൊക്കെ അങ്ങോട്ട് തുടച്ച് മാറ്റി. പിന്നെ അത് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോഴേക്ക് നമ്മൾ വേഗം ഇപ്പം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം, അകൊക്കെ ഒന്ന് അടിച്ച് വാരണം. വിളക്ക് കാണിക്കാനൊക്കെ ആകുമ്പോഴേക്ക് അടിക്കലും തുടക്കലൊക്കെ കഴിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗത അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അപ്പൂസാണെങ്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അപ്പൂസ് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് വീണ്ടും എനിക്ക് സംശയം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതുപോലെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൻ വന്ന ആ ഒരു പോർഷൻ വേഗം കട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴും ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അംഗനവാടിയിൽ നിന്ന് വന്ന് മേരി കഴുകി അങ്ങനെ കളിച്ച് നടക്കുക, കളിച്ചുകൊണ്ടും ടി വി കണ്ടുകൊണ്ടും അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ വേഗം ആകെ ചമ്മലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഓടി അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം സമയം പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്കിത് കഴിഞ്ഞിട്ട് അകം അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ വിളക്ക് അടിക്കാനാവുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേഗം അതും കൂടിയൊക്കെ ഒന്ന് തീർത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളത്തെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ പാരൻസിനെ കണ്ടു, അങ്ങനെ സംസാരിച്ചു, അങ്ങനെ വീഡിയോസ് എടുത്തു. ഞാൻ ഡാൻസിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ഡാൻസ് ഒന്നും ഇടാറില്ല, വീഡിയോ ആക്കി ഇടാറില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്ക് ഇടാൻ പറ്റിയാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നമ്മളതിൽ മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അങ്ങോട്ട് ഇടാനും വയ്യ. അല്ലാതെ ഞാൻ ഇതിലിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര എന്താ പറയുക വൃത്തി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ സംസാരം കൊടുക്കാതിരിക്കണത്. അതിൻ്റെ വീഡിയോസ് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മ്യൂസിക് ആഡ് ചെയ്തിട്ട് ഇടാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഡാൻസൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഫ്യൂഷൻ ഡാൻസും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതേ നമ്മൾ അടിക്കലും ഒക്കെ കഴിഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അപ്പൂസ് വരുന്നുണ്ട്. ഞാൻ വേഗം അവൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ വന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അവൻ അവിടെ അകത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവന് വരാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല, ഒരു മൂലയിലൊക്കെ അവൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വരില്ല അപ്പൂസ് ഷർട്ട് ഇട്ടിട്ടില്ല അപ്പൂസേ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൂസേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ തുണിയും കൂടെയൊക്കെ ഒന്ന് എടുത്തു. പിന്നെ അത് എൻ്റെ രണ്ടാമത്തെ സാരി വ്ളോഗാണ് കേട്ടോ. ഇത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച് വന്നതല്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം എനിക്ക് കുളിക്കാൻ കയറണം, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ട് ഉള്ള വീഡിയോസ് എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയാലേ എനിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെ എടുക്കാനുള്ളത് അങ്ങോട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ അതേ ഏട്ടൻ പോയി വന്ന ഒരു സമയത്ത് അരിനെല്ലിക്ക കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അരിനെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഇവിടെ ഒരു പ്രാവശ്യം അരിനെല്ലിക്ക കൊണ്ടുവന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതൊക്കെ എന്താ ഉപ്പിലിട്ടച്ച് കാണില്ലേ, ഈ കവറിലൊക്കെ ആക്കിയിട്ട് നല്ലൊരു കട്ടിയുള്ള സൈസ് കവറിലൊക്കെ ആക്കിയിട്ട് പച്ചക്കറി കടയിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ പച്ചക്കറി കൂട്ടത്തിൽ ഇതുപോലെ ഈ ഒരു നെല്ലിക്കയും അതുപോലെ വലിയ നെല്ലിക്കയും കൂടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക വിനാഗിരിയിലിട്ട് വെക്കണത് തോന്നുന്നു കേട്ടോ. ഉപ്പ് ഇട്ട് വെക്കണുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര കൊതിയാവും കേട്ടോ. വയലൊക്കെ വെള്ളം നിറയും കേട്ടോ. പക്ഷെ വാങ്ങിത്തരുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് എന്തോ സാധാരണ ഇത് വാങ്ങുന്ന സംഭവം അല്ല കേട്ടോ. മറ്റേ നെല്ലിക്ക വാങ്ങിയാൽ ഇതങ്ങനെ വാങ്ങണതല്ല. പക്ഷേ എന്നാലും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണുന്ന സമയത്ത് കാണുകയാണെങ്കിൽ വാങ്ങിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ കുറേ എണ്ണം ഇങ്ങനെ ചതഞ്ഞ് കേട് വന്ന പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മേലുകഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഒരു 2 തേങ്ങ, ഒരു 4-5 തേങ്ങ പൊളിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ ഒരു 2 തേങ്ങ നമുക്ക് ചിരവി അങ്ങോട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. നാളേക്കത്തേക്ക് എടുക്കാനും അതുപോലെ മുരിങ്ങയില കറി ഉണ്ടാക്കാനുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് അവൽ കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ കൂടി വേണ്ടിയിട്ട് ഒരു 2 തേങ്ങ പൊട്ടിച്ച് ചിരവാലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് അപ്പോഴേക്ക് ഞാനിത് പൊട്ടിക്കുന്ന സൗണ്ട് ഇട്ടിട്ട് അപ്പൂസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വരയിൽ കൂടെ പൊട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പരീക്ഷിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ അതൊക്കെ കറക്റ്റായി വരും, ചില ദിവസങ്ങളിൽ അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അപ്പൂസ് വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം നല്ലതാവുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സംശയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടിച്ച് ടേസ്റ്റ് നോക്കിയതിന് ശേഷമേ
അപ്പൂസിന് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് പൊട്ടിച്ച് രണ്ടാമത്തെ തേങ്ങയും കൂടെ നമ്മൾ അതിലൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയത്തെ വെള്ളം ചിലപ്പോൾ നല്ലതായിരിക്കും, മറ്റേത് ചിലപ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് രണ്ടും മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടും അത് കുടിച്ച് പോയിട്ടോ. അവൻ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളപ്പത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. പിന്നെ അതേ പെട്ടെന്ന് പഞ്ചസാര നോക്കുമ്പോൾ പഞ്ചസാര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ എന്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പഞ്ചസാര ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനക്കേടാണ് കേട്ടോ. കാരണം ഷുഗറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആകെ ഞാനൊരു കട്ടൻ ചായ കുടിക്കുന്നതാണ് കേട്ടോ. പഞ്ചസാര ഉള്ളത് വേറെ ഒരു സാധനം ഉണ്ടെങ്കിലും എനിക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ വേഗം പറഞ്ഞയച്ചിട്ടോ. 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇരുടായിട്ടില്ല. അപ്പോൾ അവനോട് വേഗം കുറച്ച് പഞ്ചസാര മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പഞ്ചസാര മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അവൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അവന് സ്കൂൾ ബസ്സിലും കയറി, ഞാൻ സാധാ ബസ്സിലും കയറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ അവൻ വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അരിനെല്ലിക്കയുടെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനു എടുക്കുന്നത് കണ്ടിട്ട് അപ്പൂസും അരിനെല്ലിക്ക എടുത്തുകൊണ്ട് പോയിട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവൻ കഴിക്കുന്നു, 1-2 കടിയൊക്കെ കടിച്ചു. പക്ഷേ അത് പിന്നെയാണ് അവന് അതിൻ്റെ ടേസ്റ്റ് കിട്ടിയത് തോന്നുന്നു കേട്ടോ. അപ്പോൾ മനുവിൻ്റെ കാണിക്കൽ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയതായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് കഴുകി കൊടുത്തു. അത് പോരാന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് വേറെ വലിയതൊക്കെ എടുത്തിട്ട് അത് തുടച്ചൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മനുവിൻ്റെ ഷർട്ടിൽ തുടയ്ക്കണം കണ്ടിട്ട് അവൻ ഇപ്പോൾ കുളിച്ച് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ്റെ ഷർട്ടിൽ അങ്ങോട്ട് തുടച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസ് വേഗം ഒന്നെടുത്തിട്ട് അവൻ്റെ ഷർട്ടിൽ തുടച്ചിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി, വലിയ കൊള്ളു കൊണ്ടുപോയിട്ട് അത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പ ഇത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുക ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മുരിങ്ങയില തേങ്ങ അരച്ച് വെക്കേണ്ട, അല്ലാതെ താളിപ്പ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ആ തേങ്ങയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് താളിപ്പ് ഉണ്ടാക്കി. അതുപോലെ മുതിരപ്പേരി വറുത്തിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മുതിരപ്പേരി വറുത്തിട്ടു. പിന്നെ നമുക്ക് പപ്പടം കാച്ചാനുണ്ട് കേട്ടോ. അത് കഴിക്കാൻ നേരത്തും കൂടി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോ എന്ന് പറയുക ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നാളെ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള കൂട്ടുകാർക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.